81 സങ്കീർത്തനം, Psalms 83. നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 17ഉം 18ഉം വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. Psalms 83. ദൈവമേ, മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. അവരിങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. യബാലും അമ്മോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും മിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കിൽ വെച്ച് സീസരയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരുടെ കുലീനന്മാരായ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സബാഹ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറ്റുന്ന പതിര് പോലെയും ആക്കണമേ. നിന്റെ കൊടുങ്കാറ്റ് കൊണ്ടവരെ പിന്തുടരണമേ, നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ടവരെ ഭ്രമിപ്പിക്കണമേ. 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ചെയ്യട്ടെ അങ്ങനെ മാത്രം സർവഭൂമിക്ക് മീതെ അത്യുന്നതനെന്നറിയാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമത്തിൽ എന്റെ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ കാലം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. കർത്താവ് ഓരോ ദിവസവും നമ്മെ ജയോത്സവമായി നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറയുകയാണ്. നാം വായിച്ചത് 83-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് ദേവാലയത്തിൽ കടന്നു വന്ന് പാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന, ദാവീദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ലേവി ഗോത്രക്കാരനായ ഒരു പാട്ടുകാരനും ഒരു പ്രവാചകനുമായിരുന്നു ആസാഫ് എന്ന് പറയുന്നത്. പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ദാവീദ് രാജാവ് ആസാഫിനെ ആ ആലയത്തിലെ മുഖ്യ പാട്ടുകാരനായിട്ട് നിയമിക്കുന്നത്. അതുപോലെ തന്നെ ദാവീദിന്റെ പട്ടാളത്തിലെ ഉയർന്ന നിലയിലുള്ള ഉയർന്ന ഒരു പാട്ടുകാരൻ കൂടെയാണ് ആസാഫ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമേ, എന്ത് ചെയ്യരുത്, മിണ്ടാതെ ഇരിക്കരുത്. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നത് എന്താ? ദൈവമേ, നീ എന്ത് ചെയ്യരുത്, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ നീ എന്ത് ചെയ്യരുതെന്നറിയാമോ? നീ മിണ്ടാതെ ഇരിക്കരുത്. എന്നിട്ട് അടുത്ത കാര്യം കൂടെ രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ സ്വസ്ഥമായും മൗനമായും ഇരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആസാഫ് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ആസാഫ് പറയുകയാണ്, 3 കാര്യം നീ ചെയ്യരുത്. എന്തൊക്കെയാണ്? 1, നീ എന്ത് ചെയ്യരുത്, മിണ്ടാതെ ഇരിക്കരുത്. 2, നീ എന്ത് ചെയ്യരുത്, സ്വസ്ഥമായിരിക്കരുത്. 3, നീ എന്ത് ചെയ്യരുത്, മൗനമായിരിക്കരുത്. ദൈവം ഈ 3 കാര്യങ്ങൾ ചെയ്താൽ എന്താ നമ്മുടെ സ്ഥിതി? എന്താ നമ്മുടെ സ്ഥിതി? നാം ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചോ. 1, ദൈവം മിണ്ടാതെ ഇരിക്കുക നമുക്ക് വേണ്ടി. 2, ദൈവം നമുക്ക് വേണ്ടി മിണ്ടാതെ ഇരിക്കുക. ദൈവം നമുക്ക് വേണ്ടി മൗനമായിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി സ്വസ്ഥമായിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ആസാഫ് ഇത് പാടുവാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ?
അതിന് 2 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ശത്രുക്കൾ എന്ത് ചെയ്യുകയാണ്? ശത്രുക്കൾ കലഹിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവർ എന്ത് ചെയ്യുന്നു? തല ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ മിണ്ടാതെ ഇരുന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? തല ഉയർത്തേണ്ട ചിലർ എന്ത് ചെയ്യുമെന്നറിയാമോ? തല ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ എവിടെ നിന്ന് വരും? അവർക്ക് എവിടെന്നെങ്കിലും രക്ഷ വരും. പക്ഷേ നശിച്ചു പോകുന്നത് ആരാണെന്നറിയാമോ? നീയും നിന്റെ കുലവും എന്ത് ചെയ്യും? നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ പകൽക്കാലം ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവമേ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ശത്രുക്കൾ ഒന്നായി അവിടങ്ങളിൽ നിന്ന് 4 കോണുകളിൽ നിന്ന് അവർ ഉയർന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ മനുഷ്യരാരും എനിക്ക് വേണ്ടി ഇറങ്ങി വരികയില്ല. മനുഷ്യരാരും എന്നെ സഹായിക്കാൻ കടന്നു വരികയില്ല. അല്ലെങ്കിൽ മനുഷ്യരെല്ലാം എന്റെ സ്നേഹിതരെല്ലാം ശത്രുക്കളോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവമേ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, നീ മാത്രം എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ മിണ്ടാതെ ഇരിക്കാതെ എനിക്ക് വേണ്ടി ഇറങ്ങി വരണമേ എന്നാണ് ആസാഫിന്റെ പ്രാർത്ഥന. ഇപ്പോൾ പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, എനിക്ക് നിങ്ങൾക്ക് ചുറ്റും സകലതും വിരോധമായിരിക്കുമ്പോൾ, എനിക്ക് നിങ്ങൾക്ക് ചുറ്റും സകലതും പ്രതികൂലമായിരിക്കുമ്പോൾ, എന്നെ നിങ്ങളെയും ആരും സഹായിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ ദൈവമുണ്ടാകെ കടന്നു എന്ന് ദൈവമുണ്ടാകെ കരയുവാൻ, ദൈവത്തോട് പറയുവാൻ, ദൈവമേ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ. അങ്ങ് ആരാണെന്നറിയാമോ? അങ്ങ് രാജാതിരാജാവും കർത്താതി കർത്താവും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. നീ എന്നെ വിളിച്ചത് സങ്കീർത്തനക്കാരൻ പറയുന്നതിനെ കൊണ്ട് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിനെ കൊണ്ട് നീ എന്നെ വെളിച്ചമാണ്, നീ എന്റെ രക്ഷയാണ്. ഞാൻ അതുകൊണ്ട് ആരെ പേടിക്കുമെന്നറിയാമോ? എനിക്ക് ഭയമില്ല. അങ്ങന്റെ രക്ഷയായതുകൊണ്ട്, അങ്ങന്റെ വെളിച്ചമായതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടില്ല. അതിന്റെ 3-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? അവർ നിന്റെ ജനത്തിന്റെ നേരെ എന്ത് ചെയ്യുന്നു? ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ അവർ എന്ത് ചെയ്യുകയാ? അവരൊരു സംഘം കൂടിയിരുന്ന് നിനക്ക് വിരോധമായി എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഗൂഢാലോചന കഴിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണമല്ലോ ഉണ്ടോ? കാരണമല്ലോ ഉണ്ടോ? ഒരു കാരണവുമില്ല, ഒരു കാര്യവുമില്ല. പക്ഷേ അവർ അവിടെ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? നിന്റെ ഗുപ്തന്മാർക്ക് നേരെ അവർ എന്ത് ചെയ്യാണ്? അവർ ഗൂഢാലോചന കഴിക്കുകയാണ്. അതാ വാക്യം എന്താ പറയുന്നത്? കാരണം എന്താണെന്നറിയാമോ? ഇവരൊരു ജാതിയായി തീർന്നാൽ പ്രശ്നമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പെന്തക്കോസ്തിലേക്ക് ഒത്തിരി പേര് വന്നപ്പോൾ പറയാറുണ്ട്, ഇവർ വന്നാൽ എന്താണെന്നറിയാമോ? പ്രശ്നം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. വരുവിൻ, നാം അവരെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇസ്രായേൽ ഒരു ജാതിയായി തീരാതെ വണ്ണം അവരെ മുട്ടിച്ചു. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ നിർത്താം. അവരെ മുട്ടിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ദൈവം നമ്മെ എവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ എന്താക്കിയിരിക്കുന്നു? അവന് നിങ്ങൾ എന്ത് ചെയ്യരുത്? എപ്പോഴാ അവന് സ്വസ്ഥത കൊടുക്കാത്തത്? നിനക്കെതിരെ ശത്രു പാളയം ഇറങ്ങുമ്പോൾ, നീ ഒരു ജാതിയായി തീരാതെ വണ്ണം നിന്നെ മുടിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. നീ ഒരു കാവൽക്കാരനാണ്. നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ ദൈവമുൻപാകെ ചെന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ കവണ്ട് വീണ് കരയുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും.
ചിതറിപ്പോക്ക് പോകില്ലേ? ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകും. അവനെ പകയ്ക്കുന്നവരും എന്ത് ചെയ്യുമെന്നറിയാമോ? അവന്റെ മുൻപിൽ നിന്ന്. ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക.